പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഉദയം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഒരു ഉപമയാണ് പഠന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ നമുക്ക് ആ ഉപമ വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 10, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേരുചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവർ തങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, യേശു ഉപമകളിലൂടെ പഠിപ്പിച്ചതായി സുവിശേഷങ്ങൾ 4 രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സമാന്തര സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ യേശു പറഞ്ഞിരിക്കുന്ന ഉപമകൾ സാധാരണ കഥകളാണ്, മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുമാണ്. എപ്പോഴും അതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കണമെന്നില്ല. എന്നാലും ഉപമകൾ പൊതുവെ സമാന്തര സുവിശേഷങ്ങളിൽ സമാന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്ന ഉപമകൾക്ക് വ്യത്യാസമുണ്ട്. പലപ്പോഴും ഒരു ചെറിയ ഉദാഹരണത്തിലോ അല്ലെങ്കിൽ 1-2 വാക്കുകളിലോ ഒക്കെ ഒതുങ്ങി നിൽക്കുന്നതാണ് യേശുവിൻ്റെ ഉപമകൾ. ചുരുക്കമായിട്ട് കഥാരൂപത്തിൽ അവതരിപ്പിക്കാറുള്ളൂ. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വായിച്ച് കഥ കേട്ടപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല എന്ന് യോഹന്നാൻ തന്നെ പറയുന്നുമുണ്ട്. ഇപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിലെ യേശുവിൻ്റെ പ്രബോധന രീതിക്ക് തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സമാന്തര സുവിശേഷത്തിൽ പറയുന്നത് പോലെയാണോ, യോഹന്നാൻ എഴുതിയതുപോലെയാണോ യേശു പ്രസംഗിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുക എളുപ്പമായിരിക്കുകയില്ല. ഏതായാലും യോഹന്നാൻ അവസാനമായി സുവിശേഷം എഴുതുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പ്രബോധന രീതി തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 60-70 വർഷക്കാലത്തെ ദീർഘമായ ധ്യാനത്തിനും പരിചിന്തനത്തിനും ശേഷമാണ് യേശുവിൻ്റെ വചനങ്ങൾ പ്രത്യേകമായ അടുക്കും ചിട്ടയും ക്രമവുമായി യോഹന്നാൻ എഴുതി ചേർത്തിരിക്കുന്നത്. ഒരുപക്ഷേ യേശുവിൻ്റെ പ്രബോധന ശൈലി ചരിത്രപരമായി നോക്കുമ്പോൾ അധികമായും പ്രത്യക്ഷപ്പെടുന്നത് സമാന്തര സുവിശേഷങ്ങളിലാവും. യോഹന്നാൻ അതിൻ്റെ ആഴമേറിയ അർത്ഥങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഉദാഹരണത്തിന് 7 അത്ഭുതങ്ങൾ യോഹന്നാൻ രേഖപ്പെടുന്നുണ്ട്. പക്ഷേ ആ 7 അടയാളങ്ങളായിട്ടാണ് അവയെ കാണുക. അപ്പോൾ ഒരു അത്ഭുതവുമായി ബന്ധപ്പെടുത്തിയുണ്ടാകുന്ന ചർച്ചയിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അപ്പോൾ യോഹന്നാനിൽ അവതരിപ്പിക്കുന്ന യേശുവിൻ്റെ പ്രബോധന ശൈലിക്ക് തന്നെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഉപമകളെക്കുറിച്ചുള്ള പ്രബോധനത്തിലും വ്യത്യാസമുണ്ടാകും. അപ്പോൾ യേശു ഒരു ഉദാഹരണം എടുത്തു പറയുന്നു. ഉദാഹരണത്തിന് ഒരു കമ്പാരിസൺ, വെള്ളം, ജലത്തെക്കുറിച്ച്. നിക്കോദേമോസുമായുള്ള സംഭാഷണത്തിൽ മനുഷ്യൻ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവൻ ദൈവരാജ്യത്തിൽ കാണാൻ സാധ്യമല്ല എന്ന് പറയും. ജലത്താൽ വീണ്ടും ജനിക്കുക, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക. എന്താണ് ഈ ജലം? ഈ ജലവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? നിക്കോദേമോസിന് അത് മനസ്സിലായില്ല. സമറിയാക്കാരി സ്ത്രീയോട് യേശു സംഭാഷണം മധ്യേ പറയുണ്ടായി, എനിക്ക് കുടിക്കാൻ തരൂ. ഇപ്പോൾ സമറിയാക്കാർ 4-ാം അധ്യായത്തിലാണ് സമറിയാക്കാർ ചോദിക്കുന്നത്, നീ യഹൂദനായിരിക്കെ എങ്ങനെയാണ് ഒരു സമറിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുക? യഹൂദരും സമറിയാക്കാരും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ യേശു പറയും, നിന്നോട് കുടിക്കാൻ തരുക എന്ന് ചോദിക്കുന്നവൻ ആരെന്ന്, ദൈവത്തിൻ്റെ പ്രവർത്തനം എന്തെന്നും നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു. ജീവജലം, ഒഴുകുന്ന വെള്ളം, ഉറവ എന്നാണ് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാകുക. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പിന്നീട് യേശു പറയും, ഞാൻ നൽകുന്ന ഈ ജലം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ഒരു ഉറവയായി മാറും. അപ്പോൾ ആ വെള്ളം എനിക്കും തരണമേ, സമറിയാക്കാർ ചോദിക്കും. അവൾ വെള്ളത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. യേശു ഉദ്ദേശിച്ചത് വെറും സാധാരണ ജലത്തെക്കുറിച്ചായിരുന്നില്ല, പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ്. അത് പിന്നീട് 7-ാമത്തെ അധ്യായത്തിൽ കാണും. അവനിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ പുറപ്പെടും. ഈ ജീവജലത്തിൻ്റെ അരുവികൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പം ജലം എന്ന ഒരു പ്രതീകം എടുത്ത് പല രീതിയിൽ ജീവൻ്റെ പ്രതീകമായി, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി യേശു ഉപയോഗിക്കുന്നുണ്ട്. അതാണ് പിന്നീട് വെളിപാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ജീവജലത്തിൻ്റെ അരുവിയെക്കുറിച്ച് പറയുക. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ജലം എന്ന പ്രതീകം ഉപയോഗിക്കുന്നത്. പക്ഷേ പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നു. ഇതുപോലെ തന്നെയാണ് കാറ്റിനെക്കുറിച്ച്. നിക്കോദേമോസുമായുള്ള സംഭാഷണത്തിൽ യേശു പറഞ്ഞു, കാറ്റ് അതിനിഷ്ടമുള്ളിടത്ത് വീശുന്നു.
നീ അതിൻ്റെ ശബ്ദം കേൾക്കുന്നു, പക്ഷേ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. എന്താണ് ഈ കാറ്റ്? പ്നെഉമ എന്ന് ഗ്രീക്കിലും റുവാഹ് എന്ന് ഹീബ്രുവിലും റൂഹ എന്ന് സുറിയാനിയിലും പറയുന്നതാണ്. പക്ഷേ പ്നെഉമ, റുവാഹ്, റൂഹ എന്ന ഈ പദത്തിന് രണ്ടർത്ഥം ഉണ്ടാകാം. ഒരർത്ഥം കാറ്റാണ്, നമ്മൾ സാധാരണ രീതിയിൽ മനസ്സിലാക്കുന്ന കാറ്റ്. ആ കാറ്റ് ആർക്കും കാണാൻ സാധിക്കില്ല. കാറ്റടിച്ചാൽ കാറ്റിൻ്റെ എവിടെയെങ്കിലും തൊടുകയാണെങ്കിൽ ശബ്ദമുണ്ടാകാം, ഇലകൾ ചലിക്കുന്നത് കാണാം. കാറ്റിൻ്റെ പ്രവർത്തനത്തിലൂടെ കാറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ യേശു പറഞ്ഞത് അതിനെക്കുറിച്ചായിരുന്നില്ല. റൂഹ അല്ലെങ്കിൽ പ്നെഉമ എന്ന പദത്തിന് ആത്മാവ് എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോഴേ കാറ്റിനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമായി എടുത്ത് അവതരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതുപോലെ തന്നെയാണ് അപ്പത്തെക്കുറിച്ച് പറയാം. ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഭക്ഷിക്കുക. ജീവൻ്റെ അപ്പം അതിനിടെ യേശു പറയും, ഇതെൻ്റെ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്പോൾ അപ്പത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും ഇത് തന്നെ വരും. അപ്പം ഒരു പ്രതീകമായി ഉപയോഗിക്കുകയാണ്. അപ്പം ഭക്ഷിച്ച് ശരീരം ജീവിക്കുന്നത് പോലെ യേശുവിനെ ഭക്ഷിച്ച് നമ്മൾ ആത്മീയമായി ജീവിക്കും. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ജനനത്തെക്കുറിച്ചും യേശു പറയുന്നുണ്ട്. ഉദാഹരണം, വീണ്ടും ജനിക്കണം. നിക്കോദേമോസ് വന്ന് ഒരു വലിയ സംഭാഷണത്തിലൂടെ തുടക്കമായി ഫരിസേയ പ്രമാണിയായ നിക്കോദേമോസ് പറഞ്ഞു, നീ ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു ഗുരുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിന്നെ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവം തന്നോടുകൂടി ഇല്ലെങ്കിൽ ഒരുവനും ചെയ്യാൻ സാധിക്കുകയില്ല. വലിയ ഒരു അംഗീകാരമാണ്. ദൈവം നിന്നോടുകൂടിയുണ്ട്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. അതിന് യേശു കൊടുക്കുന്ന മറുപടി ഇതാണ്, മനുഷ്യൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവന് ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. വീണ്ടും ജനിക്കുക, അതെങ്ങനെ സാധിക്കും? നിക്കോദേമോസിന് ആകപ്പാടെ അമ്പരപ്പായി. പ്രായമായ മനുഷ്യൻ എങ്ങനെ മാതാവിൻ്റെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ജനിക്കാൻ സാധിക്കുമോ? വീണ്ടും എന്ന് വിവർത്തനം ചെയ്യുന്ന പദം അനോഥേൻ എന്ന ഗ്രീക്ക് പദമാണ്. അതിന് രണ്ടർത്ഥമുണ്ട്. അനോഥൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ആകാം, വീണ്ടും ജനിക്കുക. അല്ലെങ്കിൽ മുകളിൽ നിന്നും അർത്ഥമുണ്ട്, മുകളിൽ നിന്ന്, ഉന്നതങ്ങളിൽ നിന്നുള്ള ജനനം. അപ്പോഴേ ഒരു വാക്ക് തന്നെ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുകയും തെറ്റിദ്ധാരണയ്ക്ക് ഇരയായി തീരുമ്പോൾ കൂടുതൽ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു പഠന പ്രബോധന ശൈലി യേശുവിൻ്റെതായി യോഹന്നാൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ പുനർജന്മം ശാരീരികമായ പുനർജന്മമല്ല, ആത്മാവിൽ നിന്നുള്ള ജനനമാണ്. ആത്മാവിനാൽ ജനിക്കുന്ന ദൈവിക ജീവൻ. ഇങ്ങനെയുള്ള വിവിധങ്ങളായ പദങ്ങൾ യേശു ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമുക്ക് യോഹന്നാൻ സുവിശേഷത്തിലെ ഉപമകളെ മനസ്സിലാക്കാനായിട്ട്. നമ്മൾ പഠിക്കാൻ ആരംഭിച്ച, വായിച്ച ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് ഒരു ദൈവിക വെളിപാട് പോലെയാണ്. സത്യം സത്യമായി, ട്രൂത്ത്, ആമേൻ ആമേൻ ലെഗോ ഹോമിൻ എന്ന് പറയും. ഇപ്പോൾ ആമേൻ, സത്യം സത്യമായി, ദൈവത്തിൻ്റെ വെളിപാട് പോലെയാണ് അവതരിപ്പിക്കുക. ആട്ടിൻ തൊഴുത്തിലൂടെ അല്ലാതെ മറ്റു വഴിയിലൂടെ കടന്നു വരുന്നവൻ കള്ളനാണ്. എന്താ അർത്ഥം? അത് ശരിയാണ്. അന്നത്തെ പശ്ചാത്തലം ഓർക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ഇടയന്മാരായി വേലക്കാരുണ്ട്, സ്വന്തം ആടുകളുള്ളവരുണ്ട്. ഈ ആടുകളെല്ലാം കൂടി പൊതുവായ ആലയിൽ കൊണ്ടു വെക്കും. ആലയ്ക്ക് വേലിയുണ്ട്, വേലിക്കകത്തുള്ളവരാണ് ആടുകൾ. ഇപ്പോൾ രാത്രിയാകുമ്പോൾ ആടുകളെല്ലാം വേലിക്കകത്താക്കി വേലി അടയ്ക്കും. അതിനുശേഷം ഇടയന്മാർ വാതിൽക്കൽ കാവൽ കിടക്കും. നേരം വെളുക്കുമ്പോൾ കൂലിക്കാരായ ഇടയന്മാരെല്ലാം വന്ന് തങ്ങളുടെ ആടുകളെ പുറത്തേക്ക് കൊണ്ടുപോയി ആ ആടിന് പിന്നെ പോകുന്നു. ഇത് സാധാരണ എല്ലാ ദിവസവും കാണുന്നതാണ്. എന്താ അതിന് പ്രത്യേകത? ഓരോ ഇടയനും എൻ്റെയും ശബ്ദം അവരവരുടെ ആടുകൾക്ക് മനസ്സിലാകും. ഇടയൻ വിളിക്കുമ്പോൾ ആടുകൾ പുറകെ പോകും. അപ്പോൾ ഇത് സാധാരണ സംഭവം. ഈ സാധാരണ സംഭവത്തിൻ്റെ എന്താർത്ഥം, എന്താ നീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർക്കത് മനസ്സിലായില്ല. എന്നും കാണുന്ന ഈ സംഭവം, അതിന് യേശു കൊടുക്കുന്ന അർത്ഥം, അതാണ് ഉപമയുടെ സാരം. അവർക്ക് മനസ്സിലാകാഞ്ഞത് കൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, യോഹന്നാൻ 10:7 മുതലുള്ള വാക്യങ്ങൾ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. ആശയം മാറുകയാണ്. ഞാനാണ് വാതിൽ. എന്നിലൂടെ ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ യേശു സ്വയം അവതരിപ്പിക്കുകയാണ്, ഞാനാണ് വാതിൽ. അപ്പോൾ എന്താണ് ഈ ആല? പിതാവിൻ്റെ ഭവനമാണ്. അപ്പോൾ ദൈവിക ജീവനെക്കുറിച്ചാണ് യേശു പഠിപ്പിക്കുന്നത്. ഞാനാണ് വാതിൽ എന്ന് പറഞ്ഞാൽ ജീവനിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ജീവൻ? പിതാവിനോട് വെച്ചുള്ള ജീവനാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ടെന്ന് യേശു പിന്നീട് പറയും. അപ്പോൾ ദൈവിക ജീവനിലുള്ള പങ്കാളിത്തം എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ യേശുവിലൂടെ കടന്നു പോകണം. അതെങ്ങനെയാണെന്ന് പിന്നീട് വിശദീകരിക്കും. ഞാനാണ് വാതിൽ. അപ്പോൾ ഇതൊരു പ്രതീകമാണ്. ഞാനാണ് വഴി. എന്നിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ ഹൈവേ ആയിട്ടല്ലോ കണക്കാക്കുക. വഴിയിലൂടെ മാത്രമേ നോക്കി സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ യേശുവായ വഴിയിലൂടെ നടന്ന് യേശുവായ വാതിലിലൂടെ കടന്ന് പിതാവിൻ്റെ ഭവനമായ ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവജീവനിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതീകങ്ങളിലൂടെയാണ് യേശു അവതരിപ്പിക്കുന്നത്. ആദ്യത്തേത് വാതിൽ. രണ്ടാമത്തേത്, അപ്പോൾ ഈ വാതിലിലൂടെ കടക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ. എന്നിലൂടെ പ്രവേശിക്കുന്ന രക്ഷ പ്രാപിക്കും.
മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. വാതിലിൻ്റെ അപ്പുറത്ത് മറ്റൊരു പ്രതീകമാണ് യേശു പറയുക, ഞാൻ നല്ല ഇടയനാണ്. ഇസ്രായേൽക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന പ്രതീകമാണ് ഇടയൻ. അവരുടെ പൂർവികനായ അബ്രാഹവും ഇസഹാക്കും യാക്കോബും അവരുടെ ആദ്യ രാജാവായ ദാവീദും ഒക്കെ ഇടയന്മാരായിരുന്നു. ഇസ്രായേലിൻ്റെ മനോഹരമായ പ്രാർത്ഥനാ ഗ്രന്ഥമാണ് സങ്കീർത്തനങ്ങൾ. ഏറ്റവും മനോഹരമെന്ന് വിശേഷിപ്പിക്കാവുന്ന സങ്കീർത്തനം 23-ാം സങ്കീർത്തനം, കർത്താവ് എൻ്റെ ഇടയനാകുന്നു എന്ന്. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സമൃദ്ധമായ പുൽത്തകടിയിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു, അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. അപ്പോൾ കർത്താവ് ഇടയൻ, ദൈവമാണ് ഇടയൻ. ഇസ്രായേലിലെ നേതാക്കന്മാരെല്ലാം ഇടയന്മാരായി കണക്കാക്കിയൊരു കാലമുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് എസെക്കിയേലിന്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ ഇടയന്മാർക്കെതിരെ കർശനമായ വിമർശനവുമായി ദൈവം രംഗത്ത് വരുന്നത്. തങ്ങളെ തന്നെ പോറ്റുന്ന, ആടുകളെ പോറ്റുന്നവരും തങ്ങളെ തന്നെ പോറ്റുന്ന ഇടയന്മാർക്ക് ദുരിതമെന്ന് പറഞ്ഞ്, ഞാൻ ഈ ഇടയന്മാർക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന പ്രഭാഷണം അവസാനം ഞാൻ തന്നെ എൻ്റെ ആടുകളെ പോറ്റും, കർത്താവ് തന്നെ ഇടയനായി വരും എന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ ആടുകളെ പോറ്റും, നഷ്ടപ്പെട്ടവതിനെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ഞാൻ അവയെ താങ്ങി നടത്തിക്കൊണ്ടുവരും. അപ്പോൾ കർത്താവ് എൻ്റെ ഇടയനാകുന്നു, കർത്താവ് തന്നെ ഇടയനായിരിക്കും, കർത്താവ് തന്നെ കടന്നു വരും എന്ന ആ പ്രതീക്ഷ യേശുവിൽ പൂർത്തിയാകുന്നു എന്ന് ഈ ഉപമയിലൂടെ പറയുകയാണ്. ഞാനാണ് വാതിൽ, ഞാനാണ് ഇടയൻ. ഈ ഇടയൻ എന്തു ചെയ്യുന്നു? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. കള്ളന്മാർ വരുമ്പോൾ, അല്ലെങ്കിൽ ക്രൂരമൃഗങ്ങൾ വരുമ്പോൾ വേലക്കാരാണെങ്കിൽ ഓടി ഒളിക്കും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ആടുകൾ സ്വന്തമായിട്ടുള്ളവൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കും എന്നാണ് യേശു പഠിപ്പിക്കുക. അപ്പോഴേ യേശുവിൻ്റെ ജീവിതത്തെയും പ്രവർത്തനത്തെയും ലക്ഷ്യത്തെയും യേശുവിൻ്റെ മരണത്തെയും ഒക്കെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രതീകമാണ് ഇടയൻ. ഞാനാണ് നല്ല ഇടയൻ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ മരണം തന്നെ നമുക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ് വന്നത്. പിന്നീട് യേശു പറയും, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ്. 10-ാമത്തെ വാക്യം, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പോഴേ യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക ജീവന്റെ സമൃദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കാൻ ഈ ഉപമ യേശു ഉപയോഗിക്കുകയാണ്. നല്ല ഇടയൻ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഇടയൻ. അവൻ നല്ല ഇടയനാണ്, ഞാൻ നല്ല ഇടയനാണ്. അതുപോലെ തുടർന്ന് പറയും, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്ന പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. അപ്പോഴും നല്ല ഇടയൻ്റെ ഉപമയിലൂടെ യേശു തൻ്റെ പിതാവുമായുള്ള ബന്ധം, നമുക്ക് നൽകുന്ന നിത്യജീവൻ, അതിനാവശ്യമായ നിബന്ധനകൾ എല്ലാം പഠിപ്പിക്കുകയാണ്. ആടുകൾ ഇടയനെ അനുഗമിക്കുന്നത് പോലെ നമ്മൾ യേശുവിനെ അനുഗമിക്കണം. ഇടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് ആടുകൾ പിന്നാലെ പോകും എന്ന് പറഞ്ഞ പോലെ യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കണം. ഒരുപാട് ശബ്ദങ്ങൾ അവിടെ നിന്ന് ഇവിടെ നോക്കി നമ്മൾ കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക, എൻ്റെ പിന്നാലെ വരിക എന്ന് പലരും ആഹ്വാനം ചെയ്യും. നിരീശ്വര പ്രസ്ഥാനങ്ങളായിരിക്കാം, സെക്യുലറിസം എന്ന പേരിൽ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ചിന്തകളായിരിക്കാം, സാത്താൻ ആരാധനയിലേക്ക് നയിക്കുന്നതായിരിക്കാം, സഹോദരനെ പിഴിഞ്ഞ് സ്വന്തമായി മുതലുണ്ടാക്കാനുണ്ടാക്കുന്ന സാമ്പത്തിക സംവിധാനങ്ങളായിരിക്കാം. പല ശബ്ദങ്ങളും പല വഴിക്കും നമ്മളെ വിളിക്കും. പക്ഷേ യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയണം. യേശുവിൻ്റെ ശബ്ദം ജീവനിലേക്ക് നയിക്കുന്നതാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിയും യേശു പറയുന്നു. ആ യേശുവിൻ്റെ പ്രബോധനം നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം. ഞാൻ നല്ല ഇടയനാണ്, എൻ്റെ പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്ന പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. അപ്പോൾ ഈ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളുമുണ്ട്, അവരെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ തൊഴുത്ത്, ഇടയൻ, അജഗണം എന്ന ഈ ഒരു ഉദാഹരണത്തിലൂടെ യേശു നമുക്ക് നൽകുന്ന രക്ഷയുടെ ഒരു സമഗ്രമായ ചിത്രം അവതരിപ്പിക്കുകയാണ്. മറ്റൊരു ഉദാഹരണം ഞാൻ എടുക്കട്ടെ. 15-ാമത്തെ അധ്യായത്തിൽ നിന്ന്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം മറ്റൊരു ചെറിയ ഉപമയാണ്, മുന്തിരിച്ചെടിയുടെ ഉപമ. പക്ഷേ മറ്റ് ഭാഗങ്ങൾ കാണുന്ന പോലെയല്ല, ഈ ഉപമയ്ക്ക് അതിൻ്റെ സവിശേഷതയുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 1-ാം വാക്യം, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. ഞാൻ വാതിലാണ്, ഞാൻ ഇടയനാണ്, ഞാൻ വഴിയാണ് എന്ന് പറയുന്നതുപോലെ ഇവിടെ ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്, എൻ്റെ പിതാവ് കൃഷിക്കാരൻ. ഒരു ഉദാഹരണമാണ്, മുന്തിരിച്ചെടിയുടെ ഉദാഹരണം. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു.
എന്താണ് ഈ വെട്ടിയൊരുക്കൽ? നമുക്കറിയാം സാധാരണഗതിയിൽ മുന്തിരി കൃഷി, ഞാൻ യൂറോപ്പിൽ ഒരുപാട് കാലം ഉണ്ട്. അവിടെ സാധാരണ യൂറോപ്പിൽ പല രാജ്യങ്ങളിലും മുന്തിരി വിളവെടുപ്പ് കഴിയുമ്പോൾ ഒരു ഒക്ടോബർ നവംബർ മാസം ആകുമ്പോഴേക്കും പരിപൂർണമായിട്ട് വെട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ തളുപ്പാണ് വരിക. വിൻ്റർ കഴിഞ്ഞ് സ്പ്രിംഗ് കാലം ആകുമ്പോഴത്തേക്കും വസന്തമാകുമ്പോഴേക്കും ഇത് മുളച്ചു വരും, പുതിയ തളുപ്പുകളുണ്ടാകും, പുതിയ ഫലം ഉണ്ടാകും. അപ്പോൾ ഫലം തരുന്ന വീണ്ടും കായ്ക്കാൻ വേണ്ടിയിട്ടാണ് വെട്ടിയൊരുക്കുന്നത്. അതേസമയം ചിലത് പരിപൂർണമായി വെട്ടിക്കളയാണ്, ഫലം തരാത്തത്. ഇത് സാധാരണ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ആ ഒരു ഉദാഹരണം എടുത്ത് യേശു പഠിപ്പിക്കുകയാണ്, ഞാനാണ് മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളാണ്. ആ ശാഖ ആരാണ് ഈ മുന്തിരി നട്ടത്? പിതാവാണ്. എൻ്റെ പിതാവാണ് കൃഷിക്കാരൻ. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ മുഴുവനും ഇപ്രകാരമുള്ള ഉപമകൾ നമ്മൾ കാണും. യേശയ്യായുടെ പുസ്തകം 5-ാമത്തെ അധ്യായമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഉപമ. ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമായി ഇസ്രായേലിനെ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്, മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടത്തിൻ്റെ കഥ യേശു സമാന്തര സുവിശേഷങ്ങളും പറയാം. അതല്ലെങ്കിൽ എസെക്കിയേലിൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ മുന്തിരിച്ചെടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന ഒരു മുന്തിരിച്ചെടിയെക്കുറിച്ച്, ഇസ്രായേൽ ജനത്തെ ഒരു മുന്തിരിച്ചെടിയായി ചിത്രീകരിക്കുന്ന. അപ്പോൾ അവർക്ക് പരിചിതമാണ് ഈ ശൈലി. മുന്തിരി കൃഷിക്കാരാണവർ. ഈ മുന്തിരിയും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധം അവർക്കറിയാം. ആ ഒരു പശ്ചാത്തലത്തിൽ യേശു പറയുന്നു, ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി, എൻ്റെ പിതാവാണ് കൃഷിക്കാരൻ, നിങ്ങൾ എൻ്റെ ശാഖകളാണ്. അപ്പോൾ യേശുവും യേശുവിൽ വിശ്വസിക്കുന്നവർ തമ്മിലുള്ള ഗാഠമായ ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുന്തിരിച്ചെടിയും ശാഖകളും തമ്മിലുള്ള ആ ഒരു ബന്ധം ഉദാഹരണമായിട്ട് എടുക്കുക. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, പിതാവ് നട്ട ചെടി. ഇനി എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ നീക്കിക്കളയും. ഫലം തരാത്തതിനെ നീക്കിക്കളയാൽ പിന്നെ ബന്ധം ഉണ്ടാവില്ല. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. അപ്പോൾ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ആവശ്യമായ ഒരു ബന്ധമുണ്ട്, നിബന്ധനയുണ്ട്. യേശുവിൽ നിലനിൽക്കണം. അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് നിലനിൽക്കുക. മെനേയിൻ എന്ന് പറയും ഗ്രീക്കിൽ. മെനേയിൻ, മൊനേ എന്ന് പറഞ്ഞാൽ കൂടാരമാണ്. മെനേയിൻ, കൂടാരത്തിലായിരിക്കുക. നിങ്ങൾ എന്നിൽ വസിക്കണം. ആ വസിക്കുന്നതിൻ്റെ ആഴമേറിയ ഗാഠമായ ബന്ധം എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ശാഖയും ചെടിയും തമ്മിലുള്ള ബന്ധം. മുന്തിരിച്ചെടിയുടെ ശാഖ തായ്തടിയോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഉണങ്ങിപ്പോവും. വേരുന്ന് വരുന്ന ജീവരസം തണ്ടിലൂടെ കടന്ന് തായ്തടിയിലൂടെ കടന്ന് ശാഖകളിലേക്ക് വന്ന് ആ ശാഖകളിൽ അവസാനം ഫലം ഉണ്ടാകും. ഇങ്ങനെ മുന്തിരിച്ചെടിയുടെ ശാഖ ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ അത് തായ്തടിയോട് ചേർന്ന് നിൽക്കണം. ഈ തായ്തടി അടിയിൽ നിന്ന് വേരിൽ നിന്ന് വളം വലിച്ചെടുക്കുകയാണ്. അപ്പോഴിങ്ങനെ യേശുവുമായിട്ടുള്ള ഈ ഗാഠമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ജീവിതം ഫലവത്താവുകയുള്ളൂ. എന്താണ് ഫലം? എന്തു ഫലമാണ് പുറപ്പെടുവിക്കേണ്ടത്? അത് അനേകം തവണ പല രീതിയിൽ പറയുന്നുണ്ട്. അത് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ് പൗലോസ്ലീഹ അക്കമിട്ട് പറയുന്ന 9 കാര്യങ്ങൾ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ എന്താണ് ഈ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. 9 ഫലങ്ങൾ. ഈ ഫലങ്ങളെല്ലാം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതം ഫലവത്താകണമെന്നുണ്ടെങ്കിൽ, എനിക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ, എൻ്റെ ഹൃദയം സ്നേഹപൂരിതമാകണമെങ്കിൽ, എൻ്റെ ഉള്ളിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകണമെങ്കിൽ, എൻ്റെ ജീവിതം സൗമ്യമാകണമെങ്കിൽ ഞാൻ ചേർന്ന് നിൽക്കണം, യേശുവിനോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ യേശു എന്നിലൂടെ പ്രവർത്തിക്കും. യേശുവിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിലും പ്രവർത്തിക്കും. എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നമ്മൾ കൃഷി ചെയ്യുന്നത് ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും കർഷകർ കബളിപ്പിക്കപ്പെടാറുണ്ട്. ഞാൻ മലബാറിൽ കൃഷിക്കാരൻ്റെ മകനാണ്. കൃഷി ചെയ്തിട്ടുണ്ട്. റബ്ബർ കൃഷി ഞങ്ങൾ ചെയ്യാറുണ്ട്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും ബഡ് റബ്ബറിൻ്റെ തൈ വാങ്ങിക്കൊണ്ടുവരാറുണ്ട് പലരും. ഈ 105 ആണ് അല്ലെങ്കിൽ 5000 ആണ്. വളരെ പ്രധാനപ്പെട്ട നല്ല പാല് കിട്ടുന്നതാണ്. 4 മരത്തിൽ നിന്ന് 1 കിലോ പാല് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ 10-ന് 1 കിലോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടന്നു. 7 വർഷമാണ് റബ്ബർ കൃഷിക്ക് റബ്ബറിൻ്റെ കത്തിവെക്കാനായിട്ട് കാത്തിരിക്കേണ്ടത്. എല്ലാ വളവും കൊടുത്ത് അവസാനം വരുമ്പോൾ കത്തിവെക്കുമ്പോൾ കണ്ണീര് പോലെയാണ് വരുന്നതെങ്കിൽ പ്രശ്നം അവൾ കബളിപ്പിക്കപ്പെടുകയായി, ഫലമില്ലാണ്ടായി പോകുന്നു. ആ കൃഷി ചെയ്ത കൃഷിക്കാരൻ
വാസ്തവത്തിൽ ദുഃഖത്തിലാവും. 7 വർഷം കാത്തിരുന്നിട്ട് അവസാനം കത്തിവെക്കുമ്പോൾ പാല് കിട്ടുന്നില്ലെങ്കിൽ എന്താണ്? ഫലം പുറപ്പെടുവിക്കാത്ത മുന്തിരിച്ചെടി ശാഖകൾ നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ജീവൻ നൽകിയിട്ടുണ്ട്, ശാരീരികമായ ജീവൻ, ദൈവിക ജീവൻ എനിക്ക് നൽകിയിട്ടുണ്ട്. എനിക്ക് ആവശ്യമായതെല്ലാം തന്നു. പരിശുദ്ധാത്മാവിനെ നൽകി, വഴി കാട്ടിക്കാനായിട്ട് പ്രചോദനമായി ശക്തി നൽകി. അപ്പോൾ ഇങ്ങനെ എനിക്ക് ആവശ്യമായതെല്ലാം നൽകി എന്നിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതം ഫലമണിയുന്നതിലൂടെയാണ് പിതാവ് മഹത്വപ്പെടുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യണം, ചേർന്ന് നിൽക്കണം. യേശുവിനോട് ചേർന്ന് നിൽക്കണം. എങ്ങനെയാണ് ചേർന്ന് നിൽക്കുക? അത് യേശു പറയും, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്നോട് ചേർന്ന് നിൽക്കും. എൻ്റെ പിതാവിൽ വസിക്കുന്ന പോലെ ഞാൻ നിങ്ങളിൽ വസിക്കും. എൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവനെ പിതാവ് സ്നേഹിക്കും. ഞാനും പിതാവും നിങ്ങൾ വാസമുറപ്പിക്കും. ഒരേ ഒരു കാര്യമേ ആവശ്യമുള്ളൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചെയ്യുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന അനുസരിക്കുന്നത്, നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിക്കണം. എന്താണ് ഈ കൽപ്പന? പഴയ നിയമത്തിൽ 10 പ്രമാണങ്ങളുണ്ട്. അതിൻ്റെ വിശദീകരണമായ 613 പ്രമാണങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ആറ്റിക്കുറുക്കി യേശു ഒരൊറ്റ പ്രമാണത്തിൽ ഒതുക്കി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണം. നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ അതിനാൽ നിങ്ങളുടെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. ഈ സ്നേഹമാണ് യേശു ആഗ്രഹിക്കുന്നത്, മറ്റൊന്നുമല്ല. മത്തായിയുടെ സുവിശേഷം അന്തിമ വിധിയിലെടുത്ത് കാണിച്ചതും ഈ സ്നേഹം തന്നെയല്ലേ. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. വിശക്കുന്നവനെ കണ്ട് യേശുവിനെ കാണുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആഹാരം കൊടുക്കുന്നതോട് പ്രകടമാവുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അവസാനം വരെ സ്നേഹിച്ചു. തനിക്കുണ്ടായിരുന്നത് സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുക. ഇതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. യേശു പഠിപ്പിച്ചല്ലോ, സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ച് ദാസന്മാരെന്നല്ല വിളിക്കുക. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കണം. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. വലിയ ഒരു ബാധ്യതയല്ല നൽകുക. ഏത് കൊച്ചു കുഞ്ഞിനും, ഏത് വൃദ്ധർക്കും, വികലാംഗർക്കും, ബുദ്ധി ശോഷിച്ചു പോയവർക്കും, ശരീരം ശോഷിച്ചു പോയവർക്കും എല്ലാം സാധ്യമാണ് ഈ പ്രമാണം. സ്നേഹിക്കുക. ഹൃദയം തന്നെ വന്നിരിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയല്ലേ. യേശു സ്നേഹിച്ചതുപോലെ ഒന്നും മാറ്റിവെക്കാതെ അവസാന തുള്ളി വരെ കൊടുത്തുകൊണ്ടാണല്ലോ യേശു സ്നേഹിക്കുക. മരണത്തിന് ശേഷം അവൻ്റെ ഹൃദയം തുറന്നു, അവസാനത്തെ വെള്ളവും രക്തവും പുറപ്പെട്ടു എന്ന് പറയുക. മരണത്തിന് മുമ്പ് യേശു അവസാനം കൊടുക്കുന്ന ദാനം ഇതാണ്. തൻ്റെ അമ്മയെ ശിഷ്യൻ അമ്മയായിട്ട് കൊടുത്തു. ഇതാ നിൻ്റെ അമ്മ. അവസാനം വരെ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കണം. അപ്പോൾ ഈ ഉപമകളിലൂടെ എല്ലാം യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യം, ആ കാര്യം ഇതാണ്: ദൈവരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു. ഇതാ ദൈവം നിങ്ങൾക്ക് തൻ്റെ സൗജന്യമായ ദാനം വെച്ച് നീട്ടുന്നു. വാതിൽക്കലെത്തിയിരിക്കുന്നു. ഹൃദയം തുറക്കുക, ഹൃദയവാതിൽ തുറക്കുക. ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ സഹോദരനെ സ്നേഹിക്കണം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? അപ്പോൾ യേശു പഠിപ്പിച്ചതാണ്. ഉപമകളിലൂടെ എല്ലാം പറയുന്ന ഈ ദൈവരാജ്യത്തിൻ്റെ ഉദയം നമ്മിലുണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഈ ഉദയത്തിൽ നമ്മൾ പങ്കുചേരണമെങ്കിൽ, നമ്മുടെ ജീവിതം പ്രകാശമാനമാകണമെന്നുണ്ടെങ്കിൽ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, ഹൃദയം തുറക്കുക. സ്നേഹത്തോടു കൂടി, വിദ്വേഷമരുത്, ആരെയും വെറുക്കാതിരിക്കുക, ശത്രുക്കളെയും സ്നേഹിക്കുക. ദൈവത്തോടുള്ള സ്നേഹം സഹോദര സ്നേഹത്തിലൂടെ പ്രകടമാക്കുക. ഇപ്രകാരം സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്കെല്ലാവർക്കും കേൾക്കാൻ സാധിക്കും: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരുവൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലം കൊണ്ട് ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ആ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. നിഷ്ക്രിയരാവാതെ, അലസരായി പോകാതെ, സ്വാർത്ഥമതികളാകാതെ, ലഭിച്ചിരിക്കുന്ന കഴിവുകൾ പരിപൂർണമായി ഉപയോഗിച്ച് വികസിപ്പിച്ച് സഹോദര സ്നേഹത്തിലൂടെ ജീവിതം ഫലമണിയാൻ കർത്താവ് കൃപ നൽകട്ടെ. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, സൗജന്യമായി അങ്ങ് ഞങ്ങൾക്ക് ജന്മം നൽകി. അങ്ങ് എല്ലാ ദാനങ്ങളും ഞങ്ങൾക്ക് സൗജന്യമായി നൽകി. അവിടുത്തെ മക്കളെന്ന് ഞങ്ങളെ വിളിച്ചു. അങ്ങേ രാജ്യത്തിലേക്ക് ഞങ്ങളെ ആഹ്വാനം ചെയ്തു. എന്നും അങ്ങയോടുകൂടി ആയിരിക്കാൻ, അങ്ങയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ, അങ്ങയുടെ ജീവനിൽ പങ്കുകാരാകാൻ അവിടെ ഞങ്ങൾക്ക് നൽകുന്ന ഈ വലിയ വിളിയെ ഓർത്ത്, വലിയ ദാനത്തെ ഓർത്ത്, അതിനുവേണ്ടി അങ്ങ് ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അവിടുത്തെ പുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനും സ്നേഹനിധിയുമായ യേശുവേ, അങ്ങ് വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ആ ജീവനായ സമൃദ്ധമായ ജീവൻ പങ്കുചേരാൻ ഒന്നേ അവിടുന്ന് ആവശ്യപ്പെടുന്നുള്ളൂ: അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. അതിനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് സഹായകനായി അവിടുന്ന് പരിശുദ്ധാത്മാവെന്ന് വാഗ്ദാനം ചെയ്തല്ലോ. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും എന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയച്ച്
ആ ആത്മാവിൻ്റെ പ്രചോദനത്തിന് വഴങ്ങി ജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ, പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.